Hi, dear English learners. Welcome to Abs English Kerala. Our today's topic is how often or how often. രണ്ട് പ്രൊനൗൺസിയേഷൻസും ശരി തന്നെയാണ് കേട്ടോ. How often or how often. കൂടുതൽ പേരും how often എന്നാണ് പറയുക. ടി സൈലന്റ് ആക്കിയിട്ടാ പറയുക കേട്ടോ. ഓക്കെ, എന്താണ് how often മീനിങ്? ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് how many times എന്ന് നമ്മൾ പറയാറില്ല ഒരു ചോദ്യം എത്ര തവണ എന്നുള്ളത്. ചില ആളുകളുടെ വിചാരം how often എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ how many times എത്ര തവണ എന്നാണെന്ന് ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് അങ്ങനെയല്ല കേട്ടോ. how often എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ മീനിങ് വരുന്നത് എപ്പോഴെല്ലാം എന്ന് നമ്മൾ പറയില്ലേ, ഏതെല്ലാം സമയങ്ങളിലായിട്ടാണ്, എപ്പോഴെല്ലാം എന്നാണ് how often എന്നതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. how many times എന്ന് പറയുമ്പോൾ എത്ര തവണ എന്നാണ്. how many ടൈംസിന്റെ ആൻസറിൽ എപ്പോഴും നമ്മൾ ഒട്ടുമിക്ക ആൻസറിലും നമ്മളൊരു നമ്പറുകളായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും, അതായത് 5 times 6 times എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ how often ആൻസേഴ്സുകളിൽ നമ്പേഴ്സ് കുറവേ വരുള്ളൂ, ഒരു ഫ്രീക്വൻസി ഓഫ് ഈവന്റ് ആണ് വരിക. ഇപ്പൊ നമ്മൾ എവറി ഡേ അല്ലെങ്കിൽ വൺസ് എ വീക്ക്, ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ ദിവസവും, എപ്പോഴും, അങ്ങനത്തെ ഒരു മീനിങ്ങുകളാണ് നമ്മുടെ ആൻസേഴ്സ് ആണ് റെസ്പോൺസുകളിൽ how often റെസ്പോൺസുകളിൽ ഉണ്ടാവുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം. അപ്പൊ വീണ്ടും പറയുന്നു, how many times എന്ന് പറയുമ്പോൾ എത്ര തവണ എന്നാണ് അർത്ഥം വരുന്നത്. how often എന്ന് പറയുമ്പോൾ എപ്പോഴെല്ലാം, ഏതെല്ലാം സമയങ്ങളിൽ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഒരു 6 എക്സാമ്പിൾ, ഐ എം ഡിസ്കസിങ് 6 എക്സാമ്പിൾസ് ഹിയർ. 6 എക്സാമ്പിൾസ് നിങ്ങൾ കാണുക, അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു പിക്ചർ കിട്ടും കേട്ടോ. ഓക്കെ, എൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഹൗ ഓഫൺ ഡു യു വെച്ചിട്ടാണ് സാധാരണ പറയാറുള്ളത്. ഞാനിവിടെ ഡസും അതുപോലെ തന്നെ സബ്ജക്ട്സുകളൊക്കെ മാറ്റിയിട്ട് എക്സാമ്പിൾസ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇങ്ങനെ ചോദിക്കുകയാണ്, ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഔട്ട്? ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഔട്ട്? അർത്ഥം എന്താണ്? എപ്പോഴെല്ലാമാണ് നീ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാറുള്ളത്? ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈറ്റ് ഔട്ട്സൈഡ് എന്ന് ചില സ്റ്റുഡൻസ് പറഞ്ഞു കേൾക്കാറുണ്ട്. ഈറ്റ് ഔട്ട്സൈഡ് എന്ന് പറയണ്ട, ഈറ്റ് ഔട്ട് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു വെർബ് കയ്യിലുണ്ട് കേട്ടോ. പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അർത്ഥം വരുന്നു. സോ ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഔട്ട്? നീ എപ്പോഴെല്ലാമാണ്, ഏതെല്ലാം സമയങ്ങളിലാണ് നീ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാറുള്ളത്? അപ്പൊ അതിന് നമുക്കൊരു ആൻസർ ആയിട്ട് കൊടുക്കാം. മാസത്തിൽ 1-2 തവണ ഞാൻ പുറത്തു പോയി ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന ആൻസർ കൊടുക്കുകയാണ്. എങ്ങനെ ആൻസർ പറയും നമ്മൾ? ഐ ഈറ്റ് ഔട്ട് വൺസ് or twice a month. I eat out once or twice a month. മാസത്തിൽ 1-2 തവണ ഞാൻ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. ആൻസർ പറയുമ്പോൾ ചില ആളുകൾ വൺസ് ഇൻ എ മന്ത് എന്ന് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, മാസത്തിൽ ഒരു തവണ എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ഇന്ന് വെക്കേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി ഇംഗ്ലീഷിൽ വൺസ് എ മന്ത്, ഇപ്പൊ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ പറയുമ്പോൾ വൺസ് എ വീക്ക് എന്നാണ് പറയുക. വൺസ് ഇൻ എ വീക്ക് എന്ന് പറയേണ്ട, വൺസ് എ വീക്ക് എന്ന് പറയുന്ന പോലെ ഐ ഈറ്റ് ഔട്ട് വൺസ് ഓർ ട്വൈസ് എ മന്ത്. ഓക്കെ, മാസത്തിൽ 1-2 തവണ ഞാൻ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. എൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്, നീ എപ്പോഴെല്ലാമാണ് നിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുള്ളതെന്ന് ചോദിക്കുക. എങ്ങനെ ചോദിക്കും നമ്മൾ? ഹൗ ഓഫൺ ഡു യു ചേഞ്ച് യുവർ പാസ്വേഡ്? ഹൗ ഓഫൺ ഡു യു ചേഞ്ച് യുവർ പാസ്വേഡ്? നീ നിന്റെ പാസ്വേഡ് എപ്പോഴെല്ലാമാണ് ചേഞ്ച് ചെയ്യാറുള്ളതെന്ന് പറയാണ്. അപ്പം അതിനൊരു ആൻസർ ആയിട്ട് പറയാം, നമുക്ക് ആൻസർ ആയിട്ട് പറയാം, ഐ ചേഞ്ച് മൈ പാസ്വേഡ് എവറി 6 months. ഐ ചേഞ്ച് മൈ പാസ്വേഡ് എവറി 6 months. എല്ലാ 6 months, ഓരോ 6 മാസം കൂടുമ്പോഴും ഞാൻ എൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുക കേട്ടോ, അവൻ എപ്പോഴെല്ലാമാണ് മൂവീസ് കാണാറുള്ളത് എന്ന് ചോദിക്കുകയാണ്. അവൻ എപ്പോഴെല്ലാമാണ്, ഏതെല്ലാം സമയങ്ങളിലാണ് അവൻ മൂവീസ് കാണാറുള്ളത് എന്ന് ചോദിക്കുക. എങ്ങനെ ചോദിക്കുക നമ്മൾ? ഹൗ ഓഫൺ ഡസ് ഹി വാച്ച് മൂവീസ് ആണ് കേട്ടോ. ഡസ് ആണ് വരിക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം, ഡു ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഡസ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ സബ്ജക്ട്സ് ആണ്. ഹി എന്നതൊരു സിംഗുലർ ആണ്. സോ ഹൗ ഓഫൺ ഡസ് ഹി വാച്ച് മൂവീസ്? ഓക്കെ, അവൻ എപ്പോഴെല്ലാമാണ്, ഏതെല്ലാം സമയങ്ങളിലാണ് അവൻ ടി വി കാണാറുള്ളത് എന്ന് ചോദിക്കുക. അപ്പൊ നമുക്കൊരു ആൻസർ ആയിട്ട് പറയാം, അവൻ എപ്പോഴൊക്കെ ഫ്രീ ആവുന്നുണ്ടോ അപ്പോഴൊക്കെ അവൻ മൂവീസ് കാണാറുണ്ടെന്ന് പറയാണ്. നമുക്ക് എങ്ങനെ സെന്റൻസ് പറയാം? ഹി വാച്ചസ്, ഹി ഡസ് വാച്ചിന്റെ ഒരു എന്താ പറയാ, നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫോമാണ് ഹി വാച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. സിംഗുലേഴ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കേട്ടോ. സോ ഹി വാച്ചസ് മൂവീസ് whenever he is free. He watches movies whenever he is free. അവൻ ഫ്രീ ആവുമ്പോഴൊക്കെ. ഓക്കെ, ഹി വാച്ചസ് മൂവീസ് whenever he is free. അവൻ എപ്പോൾ ഫ്രീ ആവണോ അപ്പോഴൊക്കെ അവൻ പോയിട്ട് മൂവീസ് കാണാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, എൻ്റെ നാലാമത്തെ എക്സാമ്പിൾ ആണ്.
എപ്പോഴെല്ലാമാണ് അവർ ജിമ്മിൽ പോവാറുള്ളത് ചോദിക്കുകയാണ്. ഏതെല്ലാം സമയങ്ങളിൽ എപ്പോഴെല്ലാമാണ് അവർ ജിമ്മിൽ പോവാറുള്ളത് എങ്ങനെ ചോദിക്കുന്നത് നമ്മൾ? ഹൗ ഓഫൻ ഡു ദേ ഗോ ടു ജിം? ഹൗ ഓഫൻ ഡു ദേ ഗോ ടു ദി ജിം? ഓക്കെ, ഹൗ ഓഫൻ ഡു ദേ ഗോ ടു ദി ജിം? അവർ ജിമ്മിൽ എപ്പോഴെല്ലാമാണ് പോവാറുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ആൻസർ പറയാം. അവര് എന്താ പറയാ, ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും പോവാറുണ്ടെന്ന് പറയാണ്. നമുക്ക് എങ്ങനെ ആൻസർ പറയാം? They go to the gym almost every day. ഓൾമോസ്റ്റ് എവറി ഡേ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും പോകും. 1-2 ദിവസം ചിലപ്പോൾ പോവാതിരിക്കും, എന്നാലും അവർ പൊതുവെ എല്ലാ ദിവസവും പോവാറുണ്ട് അർത്ഥത്തിൽ കേട്ടോ. They go to the gym almost every day. ഓക്കെ, ഇനി എൻ്റെ 5ാമത്തെ എക്സാമ്പിൾ ആണ്. അവൾ എപ്പോഴെല്ലാമാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാറുള്ളതെന്ന് ചോദിക്കുകയാണ്. അവൾ എപ്പോഴെല്ലാമാണ് ഇംഗ്ലീഷിൽ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാറുള്ളതെന്ന് ചോദിക്കുക. അവളാണ് കേട്ടോ, സിംഗുലർ ആണ്. അപ്പം നമ്മൾ ഡസ് ആണ് ഇവിടെ വെക്കേണ്ടത് കേട്ടോ. ഹൗ ഓഫൻ ഡസ് ഷീ പ്രാക്ടീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ഹൗ ഓഫൻ ഡസ് ഷീ പ്രാക്ടീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്? അവൾ എപ്പോഴെല്ലാമാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാറുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ആൻസർ പറയാം. അവൾ എപ്പോഴും എല്ലാ സമയത്തും ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്ന് പറയാണ്. എങ്ങനെ പറയും? ഷീ ഓൾവേസ് പ്രാക്ടീസസ് സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ പ്രാക്ടീസസ് എന്ന് തോന്നിട്ട്. നേരത്തെ നമ്മൾ ഹി വാച്ചസ് എന്ന് പറഞ്ഞില്ലേ, അവൻ കാണാറുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ അവൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഷീ ഓൾവേസ് പ്രാക്ടീസസ് കേട്ടോ. ഷി ഓൾവേസ് പ്രാക്ടീസസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവൾ എപ്പോഴും എല്ലാ സമയത്തും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഫൈനൽ എക്സാമ്പിൾ ആണ്. നീ എപ്പോഴെല്ലാമാണ് എക്സസൈസ് ചെയ്യാറുള്ളതെന്ന് ചോദിക്കുക. നീ എപ്പോഴൊക്കെയാണ് എക്സസൈസ് ചെയ്യാറുള്ളത് എങ്ങനെ ചോദിക്കുന്നത് നമ്മൾ? ഹൗ ഓഫൻ ഡു യു എക്സസൈസ്? ഹൗ ഓഫൻ ഡു യു എക്സസൈസ്? നീ എപ്പോഴൊക്കെയാണ് എക്സസൈസ് ചെയ്യാറുള്ളത്? ആൻസർ എങ്ങനെ പറയാം? ഞാൻ ആഴ്ചയിൽ 2 തവണ എക്സസൈസ് ചെയ്യാറുണ്ടെന്ന് പറയാണ്. എങ്ങനെ പറയുന്നുള്ളത്? ഐ എക്സസൈസ് ട്വൈസ് എ വീക്ക്. ഐ എക്സസൈസ് ട്വൈസ് എ വീക്ക്. ആഴ്ചയിൽ 2 തവണ ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ വീണ്ടും പറയുന്നു, നമ്മുടെ 6 എക്സാമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുള്ള ആൻസേഴ്സ് ഞാൻ തന്നിട്ടുണ്ട്, എങ്ങനെ ആൻസർ പറയണമെന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ ഹൗ ഓഫൻ്റെ മീനിങ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഹൗ മെനി ടൈംസ്, ഓക്കെ, എത്ര തവണ എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഹൗ ഓഫൺ യൂസ് ചെയ്യേണ്ടത്. എപ്പോഴെല്ലാം, ഏതെല്ലാം സമയങ്ങളിൽ, ഒരു ഫ്രീക്വൻസി ഓഫ് ഈവൻ്റ് ആണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഹൗ ഓഫൺ ക്വസ്റ്റ്യൻ ചോദിക്കുക ഹൗ ഓഫൺ ഡു യു വെച്ചിട്ടാണ് കേട്ടോ. ഹൗ ഓഫൺ ഡു യു ഗോ ദെയർ, ഹൗ ഓഫൺ ഡു യു ഡു ദിസ്, ഹൗ ഓഫൺ ഡു യു പ്രാക്ടീസ് ഇംഗ്ലീഷ്, ഹൗ ഓഫൺ ഡു യു വാച്ച് മൂവീസ്. കൂടുതലായിട്ടും ഹൗ ഓഫൺ ഡു യു ആണ് വരാറുള്ളത് എന്ന് വിചാരിച്ചിട്ട് ചില സിറ്റുവേഷൻസിൽ നമ്മൾ മറ്റുള്ളതും പ്രാക്ടീസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അതായത് ഹൗ ഓഫൻ ഡസ് ഷീ, ഡസ് ഹി, ഡസ് ഇറ്റ്സ്, ഡസ് എവ്രി വൺ എന്നുള്ള സിംഗുലേഴ്സ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എനിവേ, അപ്പോൾ മീനിങ്ങും അതിൻ്റെ സിംഗുലേഴ്സ് മറ്റുള്ള സബ്ജക്ട്സുകൾ വരുന്ന രീതിയിലുള്ള 2 കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടുള്ളത്, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. സോ ഹൗ ഓഫൺ വെച്ചിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, 2-3 എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ഡൗൺ ബിലോ. ഏത് ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ ജസ്റ്റ് ഒന്നൊരു കമൻറ്റിൽ 1 or 2 ഡിഫറെൻറ്റ് സെൻറ്റൻസസ് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യണം, നല്ലതാണ്. അത് നമുക്കൊരു പ്രാക്ടീസും കൂടിയാണ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇഫ് യു ആർ എൻജോയിങ് അവർ വീഡിയോസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദി ചാനൽ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ് വിത്ത് us. Bye bye.